വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ വിഷ്ണു ബൈസ് ചാനലിൽ ഒരു അടിപൊളി വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടിൽ നല്ലപോലെ ഫുഡിൻ്റെ ആ ഒരു മെച്ചപ്പെട്ട് വരികയാണ് നമ്മുടെ പാലക്കാട്ടിൽ. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന 2 സ്പോട്ട്സാണ്. നമ്മുടെ പാലക്കാട് ചന്ദ്രനഗർ നേരെ കാലിക്കറ്റ് ബൈപ്പാസ് റോഡ് പോകുന്ന റോഡും നമ്മുടെ പാലക്കാട് നിരഞ്ജൻ റോഡിൻ്റെ അവിടുത്തെ 2 ഫുഡ് ജോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പാലക്കാടിൽ കിടിലനായിട്ട് ഫുഡ് ജോയിൻറ്റ്സ് വരികയാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ്സിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടും, ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് എവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് സ്മോക്കീസാണ്. പക്ഷേ അവിടേക്ക് ഒന്ന് ക്യാമറ തിരിച്ചേ. അത് നമ്മുടെ പഴയ ചിക്കീസാണ്. ചിക്കീസ് വന്ന സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു. ഒരുപാട് വ്ളോഗേഴ്സ്, ഞാനടക്കമുള്ള ഒരുപാട് വ്ളോഗേഴ്സ്, വിഷ്ണു അടക്കമുള്ള ഒരുപാട് വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തതാണ്. പക്ഷേ സാറ്റർഡേ 6 മാസത്തിനുള്ളിൽ തന്നെ ചിക്കീസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ അവിടെ തൊട്ടടുത്ത് സ്മോക്കീസ് ഉണ്ട്. സ്മോക്കീസിൽ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞാൽ അവരുടെ കുഴിമന്തിയും പിന്നെ പല ടൈപ്പ് ഓഫ് ഷവായി, ഗ്രിൽ ചിക്കൻ, അൽഫാം ഒക്കെയാണ്. 12 മണിക്ക് ശേഷമാണ് സ്മോക്കീസ് ഓപ്പൺ ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു വെറൈറ്റി കുഴിമന്തി അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഗ്രിൽ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് സ്മോക്കീസ് സജസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്മോക്കീസ് നമ്മൾ നേരെ 200 മീറ്റേഴ്സ് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കടൽ. നമ്മുടെ പാലക്കാടിൽ നല്ല സീ ഫുഡ് വെറൈറ്റീസ് കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പാണ് കടൽ. നല്ല പ്രോൺസ്, ക്രാബ്, പിന്നെ അവരുടെ ഈ ചട്ടിച്ചോറ്, അങ്ങനത്തെ കുറേ വെറൈറ്റി സീ ഫുഡ്സും കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്പോട്ടാണ് കടൽ. ഇവർ അത് മാത്രമല്ല, ഇവർക്ക് ഇറച്ചിപ്പുട്ട്, പിസ്സ, ബർഗേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീ ഫുഡ് വെറൈറ്റിക്ക് വരണമെങ്കിൽ നിങ്ങൾ നേരെ കടൽ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഹെവൻ ഡൈൻ ആണ്. പാലക്കാട് വന്നതിന് ശേഷം ഒരുപക്ഷെ അധികം ഒന്നും ആരും റെക്കമെൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു കേട്ടുകളില്ലാത്തൊരു സ്പോട്ട് തന്നെയാണ് ഹെവൻ ഡൈൻ. ഒരു അണ്ടർ റേറ്റഡ് പ്ലേസ് തന്നെ പറയാം. ബിക്കോസ് അവരുടെ മെനു വളരെ വളരെ വേരിയഡ് ആണ്. ഇതുപോലത്തെ ഡിഷസ് ഒന്നും ഒരുപക്ഷെ പാലക്കാട് വേറെ റെസ്റ്റോറൻറ്റ്സും ഓഫർ ചെയ്യുന്നില്ല. പിന്നെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ പാലക്കാട് ലെജൻഡറി ആയ നൂർജഹാൻ ഓപ്പൺ ഗ്രില്ലിൻ്റെ പുതിയ ഔട്ട്ലെറ്റ് ആണ്. നിരഞ്ജൻ റോഡിൽ തീ പിടിച്ചതിന് ശേഷം അവർ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോഴും ഇവിടെ ആ റെസ്റ്റോറൻറ്റ് ഫംഗ്ഷനിങ് ആണ്. ഇവിടെ അത് മാത്രമല്ല, അവർ ചിക്കൻ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രോസ്റ്റഡിൻ്റെ ഒരു പുതിയ ഔട്ട്ലെറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതർ ദാൻ ദാറ്റ് പിന്നെ അവിടെ ഒരു കഫേയും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഹെവൻ ഡൈൻ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ പാലക്കാടിൻ്റെ വിശ്വസ്തത ഓൾറെഡി നമ്മൾ ഏൽപ്പിച്ച് നൂർജഹാൻ ഓപ്പൺ ഗ്രില്ലും ട്രൈ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിൽ വെച്ച് കാണാം. അപ്പോൾ നമ്മുടെ നേരെ ആ ഒരു സ്ട്രീറ്റ് അറേബ്യയിൽ നിന്ന് വരികയാണ്. സ്ട്രീറ്റ് അറേബ്യയിൽ നിന്ന് വന്ന് നമുക്ക് നേരെ കാണുന്ന നമ്മുടെ അൽത്താസിൻ്റെ അൽബേക്ക് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റായി തുറന്ന് നമ്മുടെ അൽത്താസ, കൊച്ചിയിലത്തെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അൽത്താസ പാലക്കാടിൽ തുറന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഷവർമ, ബർഗർ ഷവർമാസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അൽത്താസ. പിന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കനായ അൽബേക്ക്. മിഡിൽ ഈസ്റ്റിലെ കുറച്ച് ഫേമസ് ആയിട്ട് അവരുടെ ഈ ഒരു ചിക്കൻ നഗറ്റ്സും പിന്നെ ഫ്രൈഡ് ചിക്കനാണ് അൽബേക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഷവർമയ്ക്കും ഫ്രൈഡ് ചിക്കനും ബെസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ അൽത്താസിൻ്റെ അൽബേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഇനി നമ്മൾ ആക്ച്വലി 3 കായിലേക്ക് എത്തിയിരിക്കുകയാണ്. കട്ടൻസ്, കരിക്ക്, കട്ടാമീട്ട. ആ ബസ്സിൻ്റെ ബാക്കിലാണ് കട്ടാമീട്ട ഉള്ളത്. അപ്പോൾ കട്ടൻസ് ഒരുപക്ഷെ പാലക്കാടുകാർക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ചായക്കടയായിരിക്കും. കാരണം ചായ, ചെറുകടി, കോയിൻ പൊറോട്ട, ബീഫ്, നാടൻ ഡിഷസാണ് കട്ടൻസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അത് കഴിഞ്ഞ് വളരെ റീസെൻ്റായിട്ടാണ് കരിക്കും കട്ടാമീട്ടയും ഇവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് 3ഉം ഇതിഹാസയുടെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്പോർട്സ് തന്നെയാണ്. കരിക്കിലാണെങ്കിൽ വെറൈറ്റി ഷേക്ക്, ജ്യൂസൊക്കെ ഉണ്ട്. കട്ടാമീട്ട ഒരു പ്യൂർലി ഒരു ചാറ്റ് കോർണറാണ്. അപ്പോൾ പാലക്കാട് നല്ല ചാറ്റ്സ് എവിടെയാണ് കിട്ടുന്നതെന്ന് പലരും ഞങ്ങൾക്ക് 2 പേർക്കും മെസ്സേജ് ചോദിക്കാറുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ട് തന്നെയാണ് കട്ടാമീട്ട. പിന്നെ രാവിലെ പിന്നെ വൈകിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ടൻസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ല ആംബിയൻസ് ആണ്. പ്രത്യേകിച്ച് രാത്രി 7 മണി കഴിഞ്ഞാൽ ഈ ട്രീയിലുള്ള ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് ഒരു പ്രത്യേക വൈബാണ്. സോ അതൊക്കെ എൻജോയ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കട്ടൻസ് റെക്കമെൻഡ് ചെയ്യും. പിന്നെ മഴ സമയമൊക്കെയാണ് ജ്യൂസൊന്നും അധികം ആൾക്കാർ കുടിക്കാറില്ല. ബട്ട് വേനൽ സമയത്ത് കരിക്കിൽ നല്ല തിരക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. നമ്മൾ നേരെ കട്ടൻസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 100 മീറ്റേഴ്സ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഐസ്ക്രീം കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പാണ് ഇവരുടെ ഫ്രൂട്ട് ഗ്യാസും. അപ്പോൾ ഇവരുടെ ഈ ഒരു വോക്സ് കിച്ചൻ്റെയാണ് ഇവരുടെ ഈ ഫ്രൂട്ട് ഗ്യാസും. ഐസ്ക്രീംസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പാലക്കാടിൽ കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ഐസ്ക്രീംസ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഫ്രൂട്ട് ഗ്യാസും. ഇതിൽ ബ്രൗണി വിത്ത് ഐസ്ക്രീം, പിന്നെ ഫോണ്ടിയൂ, പിന്നെ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ടൈപ്സ് ഓഫ് ഐസ്ക്രീം കഴിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഫ്രൂട്ട് ഗ്യാസത്തിൽ വരണം. ഫ്രൂട്ട് ഗ്യാസത്തിൻ്റെ വീഡിയോ എൻ്റെ ചാനലല്ല, അരവീസ് ബ്ലോഗിൻ്റെ ചാനലുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി നോക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ സ്വന്തം മാജിക്കോവിൻ്റെ ഈ ഒരു ബൈപ്പാസിലുള്ള ബ്രാഞ്ചാണ്. ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫാസ്റ്റ് ഫുഡ് തന്നെയാണ്. ബർഗേഴ്സ്, പിന്നെ സ്റ്റേക്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്.
പിന്നെ കേക്ക്സ്, സ്നാക്സ് എല്ലാം ഉണ്ട്. പിന്നെ ഷേക്സ്, മൊഹിറ്റോ, അതുപോലത്തെ കുറേ കാര്യങ്ങൾ. മാജിക്കോണിലുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് പറയാൻ പോയി കഴിഞ്ഞാൽ കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ മാജിക്കോണിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ആ ഒരു സൈഡിലായിട്ടാണ് മൊമോ ആൻഡ് മീ ഉള്ളത്. മൊമോ ആൻഡ് മീ എൻ്റെ ചാനലിൽ കൂടെ ആയാലും ശരി, വിഷ്ണുവിൻ്റെ ചാനലിൽ കൂടെ ആയാലും നിങ്ങൾ ഒരുപാട് തവണ കണ്ടതാണ്. പാലക്കാട് ഏറ്റവും നല്ല മൊമോസ്, ഏറ്റവും വെറൈറ്റി മൊമോസ് കിട്ടുന്നത് മൊമോ ആൻഡ് മീയിൽ തന്നെയാണ്. വളരെ കൺസിസ്റ്റൻ്റ് ആണ്, വളരെ ക്ലീൻ ആണ്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലും തന്നെയാണ് അവർ കൊടുക്കുന്നത്. ഇപ്പം മൊമോ ആൻഡ് മീയുടെ മെനു അവർ വലുതാക്കിയിട്ട് പലതരത്തിലുള്ള ഫ്രൈഡ് റൈസ്, തുപ്പ സൂപ്പ്, നൂഡിൽസ്, പിന്നെ ഒരുപാട് സിസ്ലേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ മെനുവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൊമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും മൊമോ ആൻഡ് മീ വരാം. നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ബർഗേഴ്സ് ഒക്കെ ട്രൈ ചെയ്യാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും മാജിക്കോൺ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സ്പോട്ട് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 300 മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്നത് വോക്സിൻ്റെ ഫൈൻ ഡൈൻ ആണ്. വോക്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഒരു ക്ലൗഡ് കിച്ചൺ ആയിട്ടാണ്. ബട്ട് പാലക്കാടുകാർ കൊടുത്ത ഗംഭീര സ്വീകരണം കൊണ്ട് അവരൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. വോക്സ് ഫൈൻ ഡൈൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മേലെയുള്ള സ്കൈ ലോഞ്ച് തന്നെയാണ്. ഓപ്പൺ എയറിൽ അത്രയും ഒരു സിറ്റിയൊക്കെ കാണുന്ന രീതിയിലുള്ള, സിറ്റി സ്കൈലൈൻ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു അൺലിമിറ്റഡ് ബൊഫേ സിസ്റ്റമാണ് അവർ ചെയ്തിരുന്നത്. അത് മാത്രമല്ല വോക്സിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. നല്ലൊരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഒരു വലിയ വെറൈറ്റി ഓഫ് ഡിഷസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വോക്സ് ട്രൈ ചെയ്യാം. അത് മാത്രമല്ല നേരത്തെ നമ്മൾ കണ്ട ഫ്രൂട്ട് ഗ്യാസും വോക്സ് കിച്ചൻ്റെ ഒരു അസോസിയേറ്റഡ് വെഞ്ചറാണ്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ഗ്യാസിൽ കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള പല ഡെസേർട്ട്സും വോക്സ് കിച്ചണിൽ കിട്ടും. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ട്രസ് ലെച്ചേസ് കേക്ക് ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് വയറ് നിറയെ ഫുഡ് കഴിച്ചതിന് ശേഷം ആ ഒരു ട്രസ് ലെച്ചേസ് കേക്ക് കൂടി ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു റോഡിൻ്റെ ഏറ്റവും എൻഡിലുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത പാലക്കാടിൻ്റെ സ്വന്തം മാക്ഡൊണാൾഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് ത്രൂ ആണ് ഇന്ന് വിഷ്ണു എക്സ്പ്ലോർ ചെയ്യുന്നത്. വിഷ്ണു എന്താ വാങ്ങിക്കാൻ പോകുന്നത്? ഞാൻ ആകെ ഇന്നൊരു സോഫ്റ്റ് സെർവ് മാത്രമേ ഇന്ന് ട്രൈ ഔട്ട് ചെയ്യുള്ളൂ. ശരി, എന്നാൽ ഒരു സോഫ്റ്റ് സെർവ് വാങ്ങിച്ചോളൂ. ഡ്രൈവ് ത്രൂവിൻ്റെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് വീഡിയോയിൽ എടുക്കാം. ഒരു സോഫ്റ്റ് സെർവ്. ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. ഡ്രൈവ് ത്രൂ ഓർഡർ കൊടുക്കുന്ന സ്ഥലത്തല്ല, ഞങ്ങൾ നേരെ ക്യാഷ് പേ ചെയ്യുന്ന സ്ഥലത്ത് വന്നാണ് ഓർഡർ എടുത്തത്. ഇപ്പോൾ റണ്ണിങ് ഓഫർ എന്താ വിഷ്ണു? സ്മോൾ ഫ്രൈസോ സ്മോൾ കോക്കോ, അതായത് നമ്മളിപ്പോൾ എന്ത് വാങ്ങിച്ചാലും കൂടെ അവർ ഒരു സ്മോൾ ഫ്രൈസോ അല്ലെങ്കിൽ ഒരു സ്മോൾ കോക്കോ തരുന്നുണ്ട്. ഡ്രൈവ് ത്രൂ എക്സ്ക്ലൂസീവ് ഓഫറാണ്. അപ്പോൾ ഒരു സോഫ്റ്റ് സെർവ് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തായാലും ഒരു സ്മോൾ ഫ്രൈസ് കൂടി ഫ്രീ ആയിട്ട് ഓഫറിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടും തോന്നുന്നു, റെഡിയായി തോന്നുന്നു.